ഫ്രഷ് കട്ട് മാലിന്യ സംസ്കരണ പ്ലാന്റ് തുറക്കുന്നതിൽ സമരസമിതിയുമായി വീണ്ടും ചർച്ച നടത്തും. 2 ദിവസത്തിനുള്ളിൽ സമരസമിതിയുമായി ജില്ലാ കലക്ടർ ചർച്ച നടത്തും. ഇന്ന് ചേർന്ന സർവകക്ഷി യോഗത്തിൽ UDF, CPM, BJP പ്രതിനിധികൾ പങ്കെടുത്തു. എല്ലാ വിഭാഗം ആളുകളുമായും ചർച്ച നടത്തിയ ശേഷമാണ് തീരുമാനമെടുക്കേണ്ടതെന്ന് MK മുനീർ MLA പറഞ്ഞു. ഞങ്ങൾ നിർദ്ദേശിച്ചത് ജനപ്രതിനിധികൾ എന്ന് പറയുമ്പോൾ MLA മാത്രം, ഈ കൊടുവള്ളി MLA മാത്രമല്ല, തിരുവമ്പാടി MLAയും MP-യും കൂടി ഇതിൽ വേണ്ടിയിരുന്നു എന്നുള്ള ഒരു അഭിപ്രായമാണ് ഞങ്ങൾ പ്രകടിപ്പിച്ചത്. പിന്നെ കളക്ടർ ഇത് തുറക്കുന്നതിന് വേണ്ടി പല പല നിർദ്ദേശങ്ങളും വെച്ചു. അപ്പം ഞങ്ങളുടെ നിർദ്ദേശം ഈ പറഞ്ഞ പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്ന് ഉറപ്പുവരുത്തിയ ശേഷമല്ലാതെ ഇത് തുറക്കുന്നത് ശരിയല്ല. അങ്ങനെ തുറക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഡിസന്റ് എഴുതുന്നു എന്ന് പറഞ്ഞ് ഞങ്ങൾ ഡിസന്റ് എഴുതിയ ശേഷമാണ് ഇറങ്ങി വന്നിരിക്കുന്നത്. വിവരങ്ങളുമായി ഗോപിക അരവിന്ദാണ് ചേരുന്നത്. ഗോപിക, അവിടെ സമരസമിതിയുടെ നേതൃത്വത്തിൽ വീണ്ടും പ്ലാന്റിനെതിരെ സമരം പുനരാരംഭിക്കുന്ന പശ്ചാത്തലത്തിലാണോ വീണ്ടും ചർച്ചയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്? ദിവ്യ, ഇന്നിപ്പോൾ രണ്ടാമതാണ് ഇത്തരത്തിലുള്ള ഒരു സർവകക്ഷി യോഗം കലക്ട്രേറ്റിൽ ചേരുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. എന്തായാലും ഈ സർവകക്ഷി യോഗത്തിൽ UDF, CPM, BJP പ്രതിനിധികൾ എല്ലാം തന്നെ പങ്കെടുത്തിരുന്നു. എന്നാലും ഈ യോഗത്തിലും സമരസമിതിയുമായി ബന്ധപ്പെട്ട യാതൊരുവിധ പ്രതിനിധികളും ഇതിൽ പങ്കെടുത്തിരുന്നില്ല. അതുതന്നെയാണ് ഇവർ ഈ യോഗത്തിൽ ഉന്നയിച്ച പ്രധാന കാര്യവും. അതുകൊണ്ട് തന്നെ അടുത്ത യോഗത്തിൽ 2 ദിവസത്തിനുള്ളിൽ തന്നെ ഇത്തരം സമരസമിതി പ്രതിനിധികളെയും ചേർത്തുകൊണ്ടുള്ള യോഗം നടക്കുമെന്നാണ് ഇപ്പോൾ ഈ യോഗത്തിന് ശേഷം എടുത്ത തീരുമാനം. ഇത് കൂടാതെ തന്നെ ഉടമകളുമായി ഈ ഫാക്ടറിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇത്തരത്തിൽ 25 കിലോ മാലിന്യ സംസ്കരണത്തിൽ നിന്നും 20 ടൺ മാലിന്യ സംസ്കരണത്തിലേക്ക് എത്തണം. ഇത്തരത്തിലുള്ള രീതിയിലുള്ള ഫാക്ടറിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങൾ ഫാക്ടറി ഉടമകളുമായുള്ള ചർച്ചയും ഇത് കൂടാതെ തന്നെ സമരസമിതിയുമായി ബന്ധപ്പെട്ട് സമരസമിതി പ്രതിനിധികളുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച 2 ദിവസത്തിനുള്ളിൽ നടത്തി തന്നെ ഈ പ്രശ്നം പരിഹരിക്കുമെന്നുമാണ് ഇപ്പോൾ സർവകക്ഷി യോഗത്തിൽ എടുത്തിട്ടുള്ള തീരുമാനം. എന്നിരുന്നാലും ഇന്നത്തെ ഈ സർവകക്ഷി യോഗത്തിൽ കൊടുവള്ളി MLA ആയ MK മുനീറിനെ മാത്രമാണ് വിളിച്ചിട്ടുള്ളത്. ഇത് കൂടാതെ തന്നെ തിരുവമ്പാടി MLAയും അതുപോലെ തന്നെ MP-യെയും ഈ യോഗത്തിൽ വിളിക്കണമെന്നാണ് ഇപ്പോൾ MK മുനീർ MLAയുടെ അഭിപ്രായം. ഇവരെ കൂടി ചേർത്തിട്ടുള്ള യോഗമാണ് അടുത്തത് നടത്തേണ്ടതെന്നാണ് കളക്ടർക്ക് മുന്നിൽ ഇവർ പ്രധാനമായും വെച്ചിട്ടുള്ള നിർദ്ദേശം. ഇത് കൂടാതെ തന്നെ ഇത്തരത്തിൽ സമരസമിതി പ്രതിനിധികളെ ഇത്തരത്തിലുള്ള ഈ യോഗത്തിൽ പങ്കെടുക്കണമെങ്കിൽ ഇപ്പോൾ നിലവിൽ ഈ സംഘർഷത്തെ തുടർന്ന് ആ പ്രദേശത്തെ പല ജനപ്രതിനിധികളും ഒളിവിലാണ്. അപ്പോൾ പോലീസിന് മുന്നിൽ ഇത്തരത്തിലുള്ള പ്രതിപട്ടികയ്ക്കായി ഇവർ നിർദ്ദേശം വെച്ചിട്ടുണ്ട്. ഈ പ്രതികൾ ഉൾപ്പെട്ടിട്ടുള്ള ആരൊക്കെയാണെന്നോ അതിൽ ഉൾപ്പെടാത്തവരെ ഈ യോഗത്തിൽ പങ്കെടുപ്പിക്കാമെന്നുമുള്ള ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ കളക്ടർക്ക് മുന്നിൽ പങ്കുവച്ചിട്ടുള്ളത്. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലായിരുന്നു ചർച്ചയിലാണ് വീണ്ടും സമരസമിതിയുമായി ഫ്രഷ് കട്ട് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് വീണ്ടും ചർച്ച നടത്താൻ ധാരണയായത്. ഗോപിക അരവിന്ദാണ് വിവരങ്ങൾ നൽകിയത്.